നമ്മൾ കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര അൺപ്ലാൻഡ് ആയിരുന്നു. ഒരു 2-3 ഡേയ്സിൽ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ട് പോവാമെന്ന് വെച്ചു. കണ്ണൂർ എന്താ പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറേ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ ആ ഒരു സൈഡിലേക്കേ പോയിട്ടില്ല. ഐ തിങ്ക് ആഫ്റ്റർ തൃശ്ശൂർ നമ്മൾ പോയിട്ടേ ഇല്ല ഒരുമിച്ച്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഡിസംബർ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഹരിക്ക് ഒരു ലാസ്റ്റ് ഓഫ് ഡിസംബറും ഒരു ബിഗിനിങ് ഓഫ് ജാനുവരി ഒക്കെ കുറച്ച് ലീവ്സാണ്, ഷട്ട് ഡൗൺ പോലെയാണ്. പക്ഷേ എനിക്ക് 25-26 മാത്രമേ ലീവുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നത് വെനസ്ഡേ ആണ്, 23rd. അപ്പോൾ ഞാൻ ഇന്ന് ലീവ് എടുത്തു. സോ ദാറ്റ് കുറച്ച് ദിവസം അടുപ്പിച്ച് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എത്ര നേരമായി കാണൂടാ? ഒരു 45 minutes. ഒരു 45 minutes ഒക്കെ ആയുള്ളൂ. നമ്മൾ രാവിലെ ഒത്തിരി രാവിലെ ഒന്നല്ല ഇറങ്ങിയത്, ഒരു 7:30 ആയപ്പോൾ ഇറങ്ങി. എന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ആൻഡ് ഇപ്പോൾ ഓൺ ദ വേ ആണ് തൃശ്ശൂരായിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഈ ഒരു വ്ളോഗ്. ഡ്രൈവിംഗ്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് 3 സിസ്റ്റേഴ്സാണ്. അവർ 4 ഗേൾസാണ്. ആൻഡ് മൈ മോം ഈസ് ദ യങ്ങസ്റ്റ് വൺ. അപ്പോൾ ഏറ്റവും മൂത്ത സിസ്റ്റർ കണ്ണൂരാണുള്ളത്. അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് തവണ അവർ നമ്മളെ വിരുന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. ബിക്കോസ് കല്യാണം കഴിഞ്ഞ് സൂൺ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പഠിത്തത്തിൻ്റെ ഇതിൽ അങ്ങനെ നമുക്കൊരു ലോങ് അല്ല, ഐ മീൻ ലൈക്ക് ഒരു 3-4 ഡേയ്സെങ്കിലും കിട്ടാണ്ട് അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ല. സോ ഇപ്പോൾ ഇത്ര ഇങ്ങനെ ലീവ് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ പോയിട്ടില്ലല്ലോ. അവരാണെങ്കിൽ എപ്പോൾ വന്നാലും നമ്മൾ കാണും ഇവിടെ നാട്ടിൽ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൾസോ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ കണ്ണൂർ. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ് നെച്ചു. അപ്പോൾ അവളുടെ അടുത്തേക്കാണ് ആദ്യം പോവുക. അവളുടെ ആണെങ്കിലും അവർ ഫ്ലാറ്റിൽ എപ്പോഴും വരും. നെച്ചു ആൻഡ് ആമി ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നെച്ചുവാണ് എൻ്റെ കൂടെ പഠിച്ചത്. ആമിയായിട്ട് നമ്മൾ നല്ല ക്ലോസ് ആണ്. അപ്പോൾ അവർക്കിപ്പോൾ ബേബിയൊക്കെ ഉണ്ടായി. ബേബീനെയും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം കൂടി ഈ ഒരു ടൈമിൽ കവർ ചെയ്യാമെന്ന്. പിന്നെ എന്താ ഇപ്പം ഞങ്ങൾ ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഓർക്കുന്നു. പയ്യെ വൈകിട്ടാകുമ്പോഴത്തേക്കും നെച്ചുവിൻ്റെയും ആമീൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ. കാരണം കോഴിക്കോട് ഞാനും പോയിട്ടില്ല കേട്ടോ. കോഴിക്കോട് ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് എന്താ പറയുക, ട്രെയിനിൽ പോകുമ്പോൾ പാസ് ചെയ്ത് പോകുന്നല്ലാണ്ട് കോഴിക്കോടേക്ക് എന്നുള്ള രീതിയിൽ ഇതുവരെ പോയിട്ടില്ല. സോ ഞാനും ഹരി വിചാരിച്ചു, ഹരി ഏതൊക്കെയോ ഫുഡ് സ്പോട്ട്സൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരത്തെ ഇറങ്ങാം. അതുകൊണ്ടാണ് ഞങ്ങൾ വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് പോയിട്ട് എത്തുമ്പോൾ ഉച്ചയ്ക്ക് ആവുമായിരിക്കും. ബട്ട് സ്റ്റിൽ ജസ്റ്റ് അതിലൊന്ന് കറങ്ങിയിട്ട് കണ്ണൂരേക്ക് ഒരു വൈകിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും എത്താം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഞാൻ കൈ മാറ്റി പിടിക്കുന്നത്, എനിക്ക് കൈവേദന എടുക്കണം ഇങ്ങനെ പിടിച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പം അതൊക്കെയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കണ്ണൂർക്ക് ഹരി എപ്പോഴാണ് തളിപ്പറമ്പ് പോയിട്ടുള്ളത്? കുറേ ഇയേഴ്സ് ആയോ? 2002-2003. ഓക്കെ. ആ സമയത്ത് 2002-2003 ആ ടൈമിൽ അന്ന് അങ്ങനെ കറങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. അധികം കറങ്ങിയിട്ടില്ല. തളിപ്പറമ്പ് ഏരിയയിലായിരുന്നു എൻ്റെ അമ്മാവനുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവനങ്ങനെ കണ്ണൂർ വന്നിട്ടേ ഇല്ല. പക്ഷെ ഞാൻ കുറേ പോയിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ സമ്മർ വെക്കേഷനൊക്കെ എപ്പോഴും തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ണൂരായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും സമ്മർ വെക്കേഷൻ ആകുമ്പം എന്നെ അമ്മൂമ്മേനെയും പാക്ക് ചെയ്യും. ഞങ്ങൾ എപ്പോഴും എൻ്റെ എല്ലാ വെക്കേഷൻസും കണ്ണൂരായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കുറേ മെമ്മറീസ് ഉള്ളൊരു പ്ലേസാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ലൈക്ക് ഇപ്പോൾ കുറേ വർഷം കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഐ തിങ്ക് ഒരു 8-9 ഇയേഴ്സ് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ആ ഒരു ട്രാക്കിലായിട്ട് പോകാൻ പറ്റിയിട്ടേ ഇല്ല. സോ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഹരി അവിടെയൊക്കെ കാണിക്കണം എന്നുണ്ട്. ബിക്കോസ് ഞാനിങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം അതിലൊക്കെ കണ്ണൂരൊരു മേജർ പാർട്ട് ഓഫ് മൈ ചൈൽഡ്ഹുഡാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിൻ്റെ പാട്ടൊക്കെ കൊണ്ട് കാണിക്കാൻ തോന്നുമല്ലോ. അപ്പം എനിക്ക് അതൊക്കെ ഹരിയെ കാണിക്കണം എന്നുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ അല്ല ഈ ഒരു ട്രിപ്പിൻ്റെ പരിപാടികൾ. വി ആർ ഹോപ്പിംഗ് സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാമെന്നാണ് പ്ലാന്. സോ അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, ഇല്ലെങ്കിൽ കാലിക്കട്ട് എത്തിയിട്ട് കാണിക്കാം.
നമ്മളിപ്പോ കോഴിക്കോട് റൂട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ വ്ളോഗറായി. ആക്ച്വലി ഇപ്പം ട്രാഫിക് ഒന്നും ഇല്ല അധികം. റോഡൊക്കെയാണ് നല്ല വീതിയുണ്ട്. യൂഷ്വലി അപ്പ് ഓടിക്കുമ്പോൾ അങ്ങനെയല്ല, റോഡിന്റെ വീതി കുറയും, മുട്ടൻ ട്രാഫിക്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തവണ ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഓടിച്ച സമയത്ത് ഒരു 400 അല്ലേ, 400 കിലോമീറ്റേഴ്സോളം ഓടിച്ചു. അപ്പോൾ ഒന്നും ഒരു ബ്ലോക്കും ഇല്ല. കറക്റ്റ് ഞാൻ ഓടിക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ഭയങ്കര ചെറിയ റോഡ്, ഫുൾ കൺസ്ട്രക്ഷനും സംഭവമൊക്കെ. അപ്പൊ തൊട്ട് പറയും ഞാൻ ഓടിക്കുമ്പോഴത്തേക്കും ഫുൾ റോഡ് പൊട്ടയാവും. ഈ സൺഗ്ലാസ് വെക്കാറില്ല? എനിക്ക് സൺഗ്ലാസ് വെച്ചാൽ ചേരില്ലാന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ തലയിൽ വെക്കുള്ളൂ. തലയിൽ വെക്കുമ്പോ കൊള്ളാം. അപ്പൊ എങ്ങനെ ഇത് എടുക്കുന്നത്? തലയിൽ വെച്ച് നോക്കിയ സ്യൂട്ടബിൾ ആണെന്ന് എടുക്കുമ്പോഴാണ്? ഞാൻ തലയിൽ വെച്ച് നോക്കും, ആ കൊള്ളാം. ബിക്കോസ് എന്റെ ഭയങ്കര ചെറിയ ഫേസാ. അപ്പം എനിക്ക് നോർമലി അങ്ങനെ സൺഗ്ലാസ് സ്യൂട്ട് ആവാത്ത പോലെ തോന്നും. ഉണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാനിപ്പോ ഒന്ന് സൂം ചെയ്ത് 3 പോയായിരുന്നു. സോറി ഗൈസ്. അല്ല ഇപ്പൊ ഇത് മാത്രം ഒരു ചെറിയ 2 സെക്കൻഡിലോട്ട്. ഞാൻ പറയുന്നില്ല, വീഡിയോ അല്ല കുഴപ്പമില്ല. ഇല്ല അത് സീനൊന്നുമില്ല. അപ്പൊ ആരാ ഡ്രൈവിംഗ് പഠിപ്പിച്ചേ? എന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടാണ് ഫസ്റ്റ് പഠിച്ചത്. എന്നിട്ടാണ് ലൈസൻസ് എടുത്തത്. 18 ആയപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തു. പക്ഷേ എന്നെ ശരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ചത് അച്ഛനാണ്. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ വണ്ടിയിലല്ലേ പഠിപ്പിക്കുക. ഐ മീൻ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ അച്ഛനെ പഠിപ്പിച്ച്. പിന്നെ എനിക്ക് ഏറ്റവും പ്രശ്നം ഇങ്ങനെ ഫസ്റ്റ് ഇടുമ്പോൾ കയറ്റത്തിൽ വെച്ചിട്ട് നിന്ന് പോവായിരുന്നു. അതെനിക്ക് ഭയങ്കര പാനിക്കായിരുന്നു. അതെന്നെ ആരൊക്കെയോ പഠിപ്പിക്കാൻ നോക്കിയിട്ട് കുറെ ഫ്രണ്ട്സ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ചെക്കന്മാര് വന്ന് സഹായിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് തൊടുപുഴ നമുക്കൊരു തിയേറ്റർ ഉണ്ട്, ആശീർവാദ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് വണ്ടി കൊണ്ട് പോയപ്പോൾ അതൊരു ചെറിയ കയറ്റം കേട്ടോ, പക്ഷെ അവിടെ വെച്ചിട്ട് വണ്ടി നിന്നുപോയി. അയ്യോ, എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര എംബാരസിങ് ആണ്. എന്ന് വെച്ചാൽ തൊടുപുഴ നമ്മുടെ സ്ഥലമായതുകൊണ്ട് എനിക്കാണെങ്കിൽ ദൈവമേ എൻ്റെ ഫോട്ടോ ഗ്രൂപ്പിലും വരുമല്ലോ എന്ന്. ബിക്കോസ് ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. അപ്പൊ ബാക്കിലും വണ്ടി ഓൺ അടിക്കുന്നു, ഫ്രണ്ടിലും ഉണ്ട്. ആകെ പാനിക്. എന്നിട്ട് എന്റെ ഫ്രണ്ടിലുള്ള ചെക്കൻ വണ്ടിയിട്ട് നിർത്തി ഇറങ്ങി എന്റെ സൈഡിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഓക്കെ എടുക്കാൻ പറ്റി. ഈ റോഡ് ഡീസൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന അപ്പൂന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും ഇങ്ങനെ ഓവർടേക്ക്, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുക, പിന്നെ ആകെ ടെററാണ്. പിന്നെ അതല്ല, ഇവൻ ഭയങ്കര കാമാന്ന് വെച്ചാൽ ഇവൻ വണ്ടി ഓടിക്കുമ്പോൾ ഓൺ അടിച്ചാലൊന്നും ഇവനെ ഇത് ബാധിക്കത്തേ ഇല്ല. ഐ മീൻ ലെഫ്റ്റിൽ കൂടെ കയറിയാൽ എന്ത് ചെയ്താലും ഇവൻ സോൺ ഔട്ടാന്ന് എനിക്ക് തോന്നുന്നത്. അറിയുന്നില്ല, പക്ഷെ എനിക്ക് ഇറിറ്റേറ്റഡ് ആവും ഞാൻ പെട്ടെന്ന്. എനിക്കൊന്നും നമ്മുടെ രണ്ടുപേരും ക്യാരക്ടർ പോലെയാന്ന് തോന്നുന്നു അല്ലേ? അതെ, അവൻ ഭയങ്കര കാമായിട്ട് എനിക്ക് ഷോർട്ട് ടേം പോലെ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. സോ നമ്മൾ വന്നിട്ട് നമ്മൾ പാരഗണിലും പോയി. പിന്നെ ആ കഫേൻ്റെ പേരെന്തായിരുന്നു? കടലാസ് കഫേ. പക്ഷെ അവിടെ ആക്ച്വലി നല്ല വ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയിരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, വെയിലായിരുന്നു, സൺസെറ്റ് ആയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. സോ ഇപ്പം നമ്മളിവിടെയാണ് ഉള്ളത്. സോ ഹായ് ഗൈസ്, ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. ഞാൻ ആമീൻ്റെ നെച്ചുവിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ വരുന്ന വഴിക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോൾ വന്നത്. അപ്പോൾ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ, ഇങ്ങോട്ട് കയറുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ മറന്നുപോയി, എടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ ഇവിടെ അവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് എടുക്കാം, ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി നെച്ചുവിൻ്റെ ഹസ്ബൻഡ് ആമീൻ്റെ വീടാണ്. അപ്പോൾ ഇത് തലശ്ശേരിയല്ല, കറക്റ്റ് പ്ലേസ് ഞാൻ അവളോട് ചോദിച്ചിട്ട് പറയാം. കണ്ണൂരാണ്. അപ്പോൾ നമ്മളായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഫുഡൊക്കെ. ആമീൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര അടിപൊളി കുക്കാണ്. അപ്പം ഹരി ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കല്ലുമ്മക്കായൻ്റെ ഒരു സാധനം കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, ബിക്കോസ് എൻ്റെ റിലേറ്റീവ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ അത് ഭയങ്കര കോമൺ ആണല്ലോ. അപ്പം നമ്മുടെ അങ്ങോട്ടേക്ക് തൊടുപുഴയ്ക്കൊന്നും അത്ര കോമൺ അല്ല. കൊച്ചിയിലും ഞാൻ ഉണ്ടാവും, നമ്മളങ്ങനെ വീട്ടിലൊന്നും ഉണ്ടാക്കി കണ്ടിട്ടില്ല. സോ അത് കഴിച്ചു. എന്നിട്ട് ഞാനും അവളും കുറേ നാൾ കൂടി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ 4 മണിക്കാണ് കിടക്കുന്നത്, വർത്താനമൊക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇച്ചിരി മുന്നേ എണീച്ച് ഇപ്പോൾ താഴെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഉമ്മ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഫുഡിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ മുട്ട സുർക്ക അതായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഗുഡ്, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര ഒരു എഗ് ഫാൻ അല്ല. അങ്ങനെ എഗ്ഗ് ഇപ്പോൾ കേക്കിലാണെങ്കിലും ബ്രൗണിയിലാണെങ്കിലും ഒക്കെ എഗ്ഗിൻ്റെ സ്മെല്ല് കിട്ടുന്നത് എനിക്കിഷ്ടമില്ല. പക്ഷേ ഇത് മുട്ടേൻ്റെ അകത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും ഒട്ടും എഗ്ഗിൻ്റെ സ്മെല്ല് വരാണ്ട് ഭയങ്കര അടിപൊളി ഒരു സാധനമായിരുന്നു. അപ്പോൾ അതും പിന്നെ സ്ക്വയർ ഷേപ്പിലുള്ള ചപ്പാത്തിയും പിന്നെ ചിക്കനൊക്കെ ആയിരുന്നു രാവിലെ കഴിച്ചത്. അതും എനിക്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മ ഇവിടെ ഭയങ്കര പാഷനേറ്റായിട്ട് കുക്ക് ചെയ്യുന്ന പേഴ്സണാണ്. അപ്പം ഞാൻ താഴെ പോകുമ്പോഴൊക്കെ കാണിച്ചു തരാം. നമ്മൾ റൂമിലുള്ളത്. നെച്ചു ബേബീനെ ഉറക്കാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ അപ്ഡേറ്റ്. സോ ഹലോ ഗൈസ്, ഞാൻ നെച്ചുവിനെ കാണിച്ചു തരാം. ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ നെച്ചു. ഇതാണ് എൻ്റെ നെച്ചുകുട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ 10-10:30 എത്തി. പക്ഷെ അപ്പൊ നമുക്ക് വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ടന്റ് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവരെല്ലാരും കൂടെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ എന്താ നീ പറഞ്ഞു, എന്താ പറയണ്ടേ, എന്ത് വേണം പറഞ്ഞു. എല്ലാവർക്കും സുഖമല്ലേ? മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ഇന്നാണല്ലേ ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആക്ച്വലി ഇനിയിപ്പോ BDSന്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞു വരുമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു 2 ഇയേഴ്സ് അല്ല, 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല, ഒരു 1.5 ഇയേഴ്സ് ഞാൻ BDSന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ലിറ്ററേച്ചർ എടുക്കാൻ പോയത്. അപ്പം അവിടുത്തെ എൻ്റെ ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ അന്ന് ഞങ്ങൾ ഒട്ടും ഫ്രണ്ട്സ് അല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് അല്ല, ജസ്റ്റ് കാണും എന്നുള്ളൊരു ബന്ധം നമ്മുടെ തമ്മിലുണ്ട്. നിന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിരുന്നു. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്കൊരു ഷോപ്പീസ് ക്യൂട്ട് ഷോപ്പീസ് ആണ്. ഞാൻ ആരോട് ചോദിച്ചു, അതുണ്ട് അത് പൊട്ടിപ്പോയില്ലേ, പറഞ്ഞു പൊട്ടിപ്പോയി. ഓക്കേടി, ഞാൻ വിചാരിച്ചിരുന്നു അത് എന്റെ എക്സ് തന്നായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അത്ര ഉണ്ടായിരുന്നു നമ്മുടെ തമ്മിലുള്ള. ഇവള് ഞങ്ങൾക്ക് ആക്ച്വലി 2 ബാച്ച് ഉണ്ട്, എയും ബിയും. ഇവള് ബി ആയിരുന്നു, ഞാൻ എ ആയിരുന്നു. പിന്നെ ഇവള് ഹോസ്റ്റലായിരുന്നു, ഞാൻ ഡേ സ്കോളർ ആയിരുന്നു. അപ്പം ഇവള് വേറെ തന്നെ ഒരു ഗ്യാങ്, ഞാൻ വേറെ ഗ്യാങ്. പക്ഷെ നമുക്ക് കാണുമ്പോ ഹായ് ഒക്കെ പറയും, ഇത്രേ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെച്ചു ആമീനെ എനിക്ക് പണ്ടോട്ടേ അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ നെച്ചു ആമീൻ റിലേഷൻ ആയതുകൊണ്ടിട്ട് അറിയാം, നല്ല ഫേമസ് റിലേഷൻ ആയിരുന്നു. ആമി കോളേജിലല്ല, പക്ഷെ ആമി ഇങ്ങനെ നെച്ചുവിന് കുറെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ പോകുമ്പോ നെച്ചു ഇതെല്ലാം ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. എന്തൊക്കെയായിരുന്നു എന്തൊക്കെ പില്ലോയും ന്യൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് അവൻ ദുബൈ പോയിട്ട് വന്നപ്പോ കുറെ ചോക്ലേറ്റ് ഒക്കെ. അപ്പൊ ഇങ്ങനെ കോളേജിലെല്ലാരും അന്നൊക്കെ എല്ലാരും പറയും, ആമി നെച്ചുവിന്റെ ബോയ് ഫ്രണ്ട് കുറെ ഗിഫ്റ്റ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഫേമസ് അപ്പൊ ഞങ്ങള് വന്നിട്ട് നെച്ചുവിന്റെ റൂമിൽ പോകുമ്പോൾ നെച്ചുവിന്റെ ടേബിൾ മൊത്തം ന്യൂട്ടലും കുറെ ചിപ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആമീനെ പണ്ടോട്ടേ അറിയാം. പിന്നെ ആമീനെ എല്ലാവർക്കും ഭയങ്കര കാര്യം കാണാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ നിന്നെ വിളിച്ച് ചോദിക്കാണോ. ഞാൻ തൊടുപുഴയാണല്ലോ, അപ്പൊ ഇവര് തൊടുപുഴ ആണ് ഞങ്ങൾ പഠിച്ചത്. അപ്പൊ ഇവർക്ക് തൊടുപുഴയെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്തായിരുന്നു ഇവര് ഡേറ്റ് ചെയ്യാൻ പോകുമ്പോ ഒക്കെ ചോദിക്കുന്നതൊക്കെ. അങ്ങനെ ആമീനെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന രേഷ്മയുടെ കല്യാണം. ഞാൻ ആമീനെ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ രേഷ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞങ്ങൾ കണ്ടു. പിന്നെ ഹരി ആമി കണക്ട് ആയി. അതെ, അങ്ങനെ അവര് കണക്ട് ആയില്ല. ആമി പൊതുവേ കണക്ട് ആവുന്ന കുറച്ച് സിമിലർ അല്ലേ, ഒരുപാട് ഞങ്ങളെ പോലെയാണ്. ഞങ്ങൾ കുറെ സിമിലറാ, അതേപോലെ അവരും ഭയങ്കര സിമിലറാ. അപ്പൊ അവര് കണക്ട് ആയി. പിന്നെ നമ്മുടെ എല്ലാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ട്രിനിറ്റിയിലോട്ട് വന്നു. അപ്പോൾ ട്രിനിറ്റിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇവരെ വിളിച്ച് അവിടെ വന്ന് ഞങ്ങള് സിങ്ക് ആയതാണ്. അങ്ങനെയാണ്. പിന്നെ ഒരു ദിവസം ഞാൻ ഇവിടെ ഹൈദരാബാദ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു.
അപ്പൊ ഇവര് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നു. അന്ന് നമ്മൾ കൊറേ നമ്മള് രാവിലെ എത്ര 3-4 മണി വരെ സംസാരിച്ചു. ഇന്നലെ 4 മണിക്ക് നമ്മൾ ഉറങ്ങി. അപ്പൊ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് രണ്ടുപേരും ഭയങ്കര സിമിലർ. പക്ഷെ ഇവള് എന്താ പറയാ എല്ലാം അല്ലേ നമ്മള് ചിന്തിക്കുന്ന രീതികളും എല്ലാം നല്ല സിമിലർ, ക്യാരക്ടറൊക്കെ ഓൾമോസ്റ്റ് സെയിമാ. അപ്പൊ ഞങ്ങള് അങ്ങനെ കണക്ട് ആയി. പിന്നെ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ കോളേജിൽ ഒട്ടും ഫ്രണ്ട്സ് അല്ലാത്ത ആൾക്കാർ. ഇവളെ ഞാൻ കാണും, അന്ന് ഇവളിങ്ങനെയല്ല കേട്ടോ, ഇവളിങ്ങനെ ചുറ്റിയൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ വേറെ ബാച്ചാ, ഇവര് വേറെ ബാച്ചാണല്ലോ. അപ്പൊ ഇവളിങ്ങനെ നടന്നു, ഇവളൊരു വലിയ ഗ്യാങ്ങിന്. പക്ഷെ ഇവളുടെ ഗ്യാങ്ങിലുള്ള ബാക്കി കുറച്ച് പേരായിട്ട് പിന്നെയും ക്ലോസ് ആവും. ഐഷു ഒക്കെ ആയിട്ട്. ഇപ്പൊ ഐഷു കാണുന്നുണ്ട്, ചെറ്റ് എന്റെ പേര് പറഞ്ഞടി ഐഷു. അപ്പൊ ഐഷു ഒക്കെ ആയിട്ട് ക്ലോസാ. പക്ഷെ ഐഷുവിന്റെ ഫ്രണ്ടാണ് ഇവള്. ഞാനിങ്ങനെ നോക്കുമ്പോ ഇവള് ചുറ്റിയൊക്കെ ഇട്ട്. പക്ഷെ ഇവള് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് സിങ്കായി. പിന്നെ അല്ലസറിൽ ഞാൻ ഡേ സ്കോളർ ആയതുകൊണ്ട് എനിക്ക് കോളേജിൽ പകുതി കാര്യങ്ങളൊന്നും അങ്ങനെ അറിയത്തില്ല. കാണുമ്പോ ഇപ്പോഴാണ് അവള് പലതും അറിയുന്നത്. അങ്ങനെയൊക്കെ ഹോസ്റ്റലിലായിരുന്നോണ്ട് എനിക്ക് എല്ലാ ന്യൂസും കിട്ടും. എന്തവിടെ നടന്നാലും ഞാൻ അറിയും. ഇപ്പൊ ഇവിടെ ഓരോന്ന് പറയുമ്പോഴാണ് അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായിരുന്നോ, സംഭവിച്ചിരുന്നോ? ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഡേ സ്കോളർ ആകുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കോളേജിന്റെ പാർട്ട് അല്ലാത്ത പോലെ. ഞങ്ങളൊരു കോളേജിൽ വരെ പഠിക്കുക, കാര്യങ്ങൾ ചെയ്യാൻ പോവാ. പഠിക്കില്ലേ, ഇവിടെ പഠിപ്പിച്ച കോളേജ് വരിക, എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പോവാ, എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പോവായിരുന്നു. അപ്പൊ ഞാനും ഫെമിയും അശ്വതിയും ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് ഓർമ്മയുണ്ട് വല്ലാണ്ട് ഞാൻ ഓർക്കും. അപ്പൊ അങ്ങനെയായിരുന്നു ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ബോയ്സും ഡേ സ്കോളേഴ്സ് ആയിരുന്നു. അപ്പൊ ഇവര് വേറെ തന്നെ ഇവര് കോളേജായിട്ട് കോളേജിൽ തന്നെ ഹോസ്റ്റൽ, ആ കോമ്പൗണ്ടിൽ തന്നെ. അപ്പൊ ഇവര് ഹോസ്റ്റലിൽ ഇങ്ങനെ ഭയങ്കര സിങ്കായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയാം. ഇവള് പറയുന്ന പകുതി ആൾക്കാരെ എനിക്ക് അറിയാം. നമ്മള് കോളേജിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാല് നമ്മൾ ആദ്യം റൂമിൽ ചെന്നാല് അങ്ങനെയാ നമ്മള്. അതെ. അപ്പൊ ഇവളിങ്ങനെ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ കൊറേ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോന്ന് അറിയുന്നത്. അതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഇത് മീൻസ് ഹരിക്ക് ഭയങ്കര ഡിഫറെന്റ് ടെറൈൻ പോലെ ആയിരിക്കും ഇവിടെ വന്നിട്ട്. അവൻ ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെച്ചു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പുറത്തു പോവാമെന്ന്. ഇവളുടെ ബേബി ഉണ്ട്, അപ്പൊ ബേബിനെയൊക്കെ നമ്മള് ബേബിനെ കാണിച്ചു. എനിക്കൊരു ബേബി ഉണ്ട് ഗൈസ്. അതെ, പെട്ടെന്ന് അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, ബൈ ബൈ. ഇത് നമ്മുടെ ആമീന്റെ കസിനാണ്. ആമീന്റെ കസിന്റെ പേര് എനിക്കറിയാം കേട്ടോ, ഞാൻ നിങ്ങളോട് പറയിപ്പിച്ചതാ. ഓക്കെ, അപ്പൊ ഇവെന്താ ഫുട്ബോളിന്റെ ഇത് ജേഴ്സി അല്ലേ നീട്ടേക്കുന്നത്? യെസ്. ഓക്കെ. നീ എന്താ പൊസിഷൻ? വൻ പൊളിയായിട്ട് ഇവിടുത്തെ വൈബ് പേഴ്സണാ. എവിടെ? പാനൂറാ? ഇന്നാ? 20-ന്. ഓക്കെ. ഏത് 20-ടാ? 20 കഴിഞ്ഞില്ലേ? ജാനുവരി 20-ആ? ഏത് 20 എന്നൊക്കെ. ഓക്കെ. ഇവ ഫിഷൊക്കെ ഉണ്ട് ഇവന്റെ വീട്ടില്. ഫിഷിന്റെ പിന്നെ അല്ല, ഇപ്പൊ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഗപ്പി വേണമെങ്കിൽ എൻ്റെ കൊച്ചിനെ മാസിനെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഇവൻ്റെ അടുത്ത് പറയായിരുന്നു, ഇവനെ കണ്ടിട്ട് നമ്മള് മൂവീസിലൊക്കെ ഉള്ള ആക്ടേഴ്സിന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ കാണിക്കുമ്പോ ഒരു വൈബ് ചെക്കൻ കാണില്ലേ, അതേപോലെ. പിന്നെ അല്ല, സ്കൂളിലൊക്കെ എല്ലാവർക്കും അറിയോ ഇതൊക്കെ ചെയ്യണ്ടെന്ന്? അപ്പൊ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ വാങ്ങലുണ്ട്. അടിപൊളി. ഞാൻ പഠിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യുന്നത്. പഠിക്കില്ല എന്ന് പറയാൻ പാടില്ല. അതൊക്കെ ഞാൻ ചെയ്യും. ഓക്കെ, ബൈ ബൈ. എങ്ങനെ ഇവക്ക് ഇത്രയും പാവം കൊച്ചുണ്ടായിരുന്നാണ് അനലൈസ് ചെയ്തോണ്ടിരിക്കുന്നത്. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ഭയങ്കര നമ്മളിങ്ങനെ റീൽസിലൊക്കെ കാണും. എന്റെ വലിയ സ്വഭാവത്തിന് അങ്ങനെ പാവം കൊച്ചുണ്ടാവേണ്ട അല്ല, ഇങ്ങനെ ഇരുന്നോളും ഡോളോ. ചിലപ്പോ എനിക്ക് തോന്നുന്നു 7 months ഒക്കെ ആവുമ്പോ ഇനി സ്വഭാവം മാറുമെന്ന് അറിയില്ല. ഇപ്പൊ 6 ഹരി പറയുന്നു സ്പാനിഷ് ബേബി പോലെ ഉണ്ട്.
എങ്ങോട്ടാണ് പോകുന്നത്? നമ്മള് മുഴപ്പിലങ്ങാടല്ലേ ആമി? നമ്മൾ ആ തോന്നുന്നു. മുഴുപ്പിലങ്ങാടിയാണ് പോകുന്നത്. നെച്ചു ആമയെ നമ്മളെ ഫുൾ ഗൈഡ് ചെയ്യുന്നത്. Yeah. അവിടെ ചെന്നിട്ട് നമ്മൾ അവളെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനും അവള് ഇന്ന് ചിക്കൻ കറിയൊക്കെ ഇട്ട് നമ്മള് ട്വിൻ ചെയ്ത് ഞാൻ ഇറങ്ങി ആദ്യം വൈറ്റ് ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അവളുടെ ഇതായിട്ട് കുറച്ച് മാച്ച് ആവാൻ വേണ്ടി ബ്രൗൺ ഇട്ടു അവള്. സെറ്റ് ചെയ്ത് വന്നു. നമ്മള് റീലൊക്കെ എടുക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. അറിയില്ല എങ്ങനെയിരിക്കും. ഇവിടെ പോയിട്ട് ഓ പറയാത്ത പോലെ ഡാൻസ് കളിക്കാത്ത പോലെ. എടാ ഹരി ഇവള് ഡാൻസ് ചെയ്യൂന്നൊക്കെ പറയുന്ന ആള് ചെയ്യാത്ത. ആ അയ്യോ മറ്റേതില്ലേ മറ്റേ കോഴി പുറകെ ഓടി. പിന്നെ മറ്റേത് പാമ്പ് കൊത്തും. എനിക്ക് ഇപ്പോഴും ആടി എനിക്ക് കൊറേ തമിഴ് ഉണ്ടായിരുന്നു കമന്റ്. ഇപ്പോഴുണ്ട്. പക്ഷെ അവര് ഭയങ്കര അവര് നല്ല സപ്പോർട്ടാ. നല്ല കമന്റ്സ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യും. എനിക്കൊരാളുണ്ട് സെൽവ പാണ്ഡ്യരാജ്. എല്ലാ പോസ്റ്റിനും റീലിനും കമന്റ് ഇടും. എന്നുവെച്ചാ ടിക്ടോക്ക് ഞാൻ എടുത്ത ഒരു 2 months ആയപ്പോ ടിക്ടോക്ക് നിർത്തിയിടി. ഞാനും കൊറോണ ടൈമിലല്ലേ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ റീലൊക്കെ ഞാൻ ലാപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. എന്റെ എല്ലാം പോയി. എന്നിട്ട് ആമി പറയും നീ തുടങ്ങിയോണ്ട് മാത്രം അവരത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയെന്ന്. കൊറേ പേര് ആ സമയത്ത് ചെയ്യുമായിരുന്നു. ഞാൻ പക്ഷെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് എന്റെ കല്യാണത്തിനാണ് തോന്നിയത് ലാസ്റ്റ് ഡാൻസ് ചെയ്തത്. പിന്നെ ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിന്റെ പിന്നെ ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഡാൻസ് ചെയ്യാനൊക്കെ അറിയാം. നമുക്ക് ഇന്ന് ചെയ്യാം. നെച്ചു വലിയ ഡാൻസറാണ്. പിന്നെ ഉണ്ട്. അയ്യോ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ഡ്രൈവിംഗ് ബീച്ചാ. അതെ അമ്മി ഡ്രൈവ് ചെയ്യണ അല്ലേ അമ്മി? ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ നോക്കണ്ട. ബീച്ചിലെത്തൂല നമ്മള്. ഇവനെ കാണിക്കണ്ടേ? എന്ത് സുഖം ഇപ്പൊ ഇവിടെ എടുത്തതുകൊണ്ട്. നല്ല സുഖം. ഗുഡ്. ഇങ്ങനെ നിർത്തുന്ന ഒരാളെ. ഫേസ് കാണിച്ചായിരുന്നല്ലോ എന്റെ ബീച്ച് ബേബി. അമ്പുടു എന്റെ മുത്ത് ബീച്ചിൽ പോവാണോ? ഒന്ന് ഓടി. അതന്നെ ഒന്ന് ഓടി. നീ അത് വിട്ടാതെ. സോ പ്രെറ്റി. ഭയങ്കര രസമാടാ. ഇവിടുത്തെ വേവ്സ് കാമാവാൻ കാരണം അതല്ലേ, പരന്നിട്ടല്ലേ ബീച്ച്. അത് നെച്ചിപ്പ് ഉണ്ടാക്കിയ തിയറിയാണ് ഗൈസ്. നെച്ചിപ്പ് ഉണ്ടാക്കിയ തിയറി ഫുൾ പരന്നിട്ടാന്നായിരുന്നു ഗൈസ്. മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കടൽ വെള്ളത്തിൽ ഉപ്പുണ്ട്. എടാ പോടാ നീയൊക്കെ ഒന്ന്. ഇവിടുത്തെ കടൽ വെള്ളം ഇതിനൊക്കെ ഏത് നേരത്താണ് വ്ളോഗ് വലിച്ചുകൊണ്ട്. ഹലോ ഗൈസ്, നമ്മൾ മുഴുപ്പിലങ്ങാടി. അതെ വീണ്ടും മുഴുപ്പിലങ്ങാട്. മുഴുപ്പിലങ്ങാട്. ഞാൻ അങ്ങാടി എന്നല്ലേ പറഞ്ഞേ. ഓക്കെ, മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ്. ഭയങ്കര രസമുണ്ട്. നമ്മള് കൊച്ചിയിലെ ബീച്ചിനെ വെച്ചിട്ട് എന്തോ ഡിഫറൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര നീറ്റാണ്. ഇപ്പൊ ഇത് കൊച്ചിയാണെങ്കിലും കൊച്ചി പൊളിയാണ് കേട്ടോ. പക്ഷെ ഞാൻ അതെ അവിടെ കിടന്നിട്ട് നീ കൊച്ചിയിലെ ബീച്ച് നീറ്റല്ല എന്ന് പറഞ്ഞോന്നിരിക്കും. കൊച്ചിയിലെ ബീച്ച് ഇത്രയും നീറ്റല്ല. ഐ മീൻ ലൈക്ക് ഫോർട്ട് കൊച്ചി ഒക്കെ. അല്ലാണ്ട് ഉൾപ്പിലൊക്കെ ഭയങ്കര വേവ്സ് കണ്ടോ? അതൊരു ഭയങ്കര അടിച്ചു വരുമല്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് വരുന്നത്. ഭയങ്കര രസമുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? തലശ്ശേരി കടൽപ്പാലം. ഓക്കെ, ഇവിടെയാണ് ബാക്കില. പക്ഷെ ആ പാലം പൊളിഞ്ഞു പോയാ. മറ്റേ തട്ടത്തിൻമറയത്തിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത കടൽപ്പാലം അവിടെ നമ്മളിപ്പോ ഉള്ള. പാലം പൊളിഞ്ഞു പോയി. ഞാനാണെങ്കിൽ ആ പാലമൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് മ്യൂസിക് ഒക്കെ കയറ്റി സ്റ്റോറി ഇടാന്ന് വിചാരിച്ചപ്പോൾ പാലം കാണാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇരുട്ട, പിന്നെ പാലം പൊളിഞ്ഞു പോയി. ഞങ്ങളുടെ ബാക്കിലൊക്കെ ആയിട്ട് വരും. കാണൂല.
ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ എല്ലാ ഫുഡ് ഉണ്ടാക്കുന്നത് ഉമ്മാണ്. സോ ഹായ് ഗൈസ്, ഇന്ന് ഇപ്പോൾ ഫ്രൈഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. റിലേറ്റീവ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് 3 സിസ്റ്റേഴ്സ്, അവർ 4 ഗേൾസ് ആണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഏറ്റവും യങ് വൺ. അപ്പോൾ ഏറ്റവും മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ മൂത്ത ആളെ മാത്രമാണ് ഇച്ചിരി ദൂരേക്ക് കെട്ടിച്ചു വിട്ടത്. അപ്പോൾ ഇപ്പോൾ കണ്ണൂരാണത്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്, ലുക്കിട്ടൊക്കെ നോക്കും. അപ്പം എന്താ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വെക്കേഷൻ വരുമല്ലോ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആയിരുന്നു. ഞാനൊരു 8th പഠിക്കണവരെ അമ്മ വർക്കിംഗ് ആയിരുന്നു. എന്നിട്ടാണ് അമ്മ റിസൈൻ ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈം വരെയും വീട്ടിലാരും ഉണ്ടാവില്ല വെക്കേഷൻ ടൈമിൽ. അപ്പോൾ സമ്മർ വെക്കേഷൻ, ലോങ് വെക്കേഷൻ ആകുമ്പോഴത്തേക്കും ഞാനും അമ്മൂമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് വരും. അതായത് നമ്മളെ അവിടെ നിന്ന് ട്രെയിൻ കയറ്റി വിടും എൻ്റെ അച്ഛൻ. അപ്പോൾ ഇവിടെ തലശ്ശേരി വരുമ്പോൾ ഇവിടെ എൻ്റെ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്, അതായത് അമ്മേൻ്റെ സിസ്റ്ററിനെ നമ്മൾ കോമളമ്മ എന്നാട്ടോ വിളിക്കുക. കോമളമ്മേൻ്റെ ഹസ്ബൻഡ് നമ്മൾ രായച്ചൻ എന്നാണ് വിളിക്കുക. അപ്പോൾ രായച്ചൻ വന്ന് നമ്മൾ പിക്ക് ചെയ്യും എൻ്റെ അമ്മൂമ്മേനെ. അതെനിക്കൊരു കോർ മെമ്മറി ഓഫ് മൈ ചൈൽഡ്ഹുഡ് ആണ്. എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ എനിക്കങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് അങ്ങനെയൊന്നും അധികം എനിക്കില്ല. പക്ഷേ ഇതെൻ്റെ ഒരു കോർ മെമ്മറി പോലത്തെ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് മൈ വെക്കേഷൻസ് ഇവിടെയായിരുന്നു എനിക്ക്. ഞാനും അമ്മൂമ്മ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ അത് ഭയങ്കര രസമായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ട്രെയിനിൽ, അമ്മൂമ്മ ഭയങ്കര ഏബിൾ പേഴ്സൺ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര വെരി ബോൾഡ് ഏബിൾ പേഴ്സൺ ആണ്. അപ്പോൾ ഞാനും അമ്മൂമ്മ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ട്രെയിനിലൊക്കെ ഇരുന്ന് ഇവിടെ വരും. തലശ്ശേരി ഇറങ്ങും. തലശ്ശേരി ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് കിതയ്ക്കുന്നിടാം, എന്താ എനിക്ക് അറിഞ്ഞൂടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രായച്ചൻ വരും, നമ്മളെ പിക്ക് ചെയ്യും. അന്ന് രായച്ചന് ഒരു അംബാസിഡർ കാറായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കാണ്. എന്നിട്ട് വന്നിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ കടയിൽ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മൾ കാറിൽ കയറുമ്പോൾ തന്നെ വെള്ളം വേണം. അപ്പം രായച്ചൻ എപ്പോഴും ഒരു കുറേ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു വെള്ളമായിരിക്കും. അപ്പോൾ കാറിൽ കയറുന്ന വഴി എൻ്റെ അടുത്ത്, എന്നെ അമ്മേൻ്റെ വീട്ടിലെല്ലാവരും ചക്കു എന്നാണ് വിളിക്കുക. അപ്പോൾ അത് ആക്ച്വലി ചക്കരക്കുട്ടി എന്നായിരുന്നു കേട്ടോ. ബട്ട് അത് എൻ്റെ തൊട്ട് മൂത്ത കസിൻ, അവന് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ചക്കുട്ടി എന്നാക്കി. അപ്പോൾ ചക്കു എന്നൊക്കെ വിളിക്കും, ചക്കുട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ കാലിൽ കയറുമ്പോഴേ പറയും, ചക്കു ഇതാ ബാക്കിൽ വെള്ളം ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോ എന്ന് പറയും. അപ്പോൾ എനിക്ക് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും എൻ്റെ വായിലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വെക്കേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഐ ഗോട്ട് സോ മെനി മെമ്മറീസ്. ഒരു വെക്കേഷൻ ടൈമിൽ യെസ് എന്നെ എല്ലാവരും എന്നോട് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ എഴുതുന്ന സ്കിൽസ് വന്നേ, എവിടുന്നാണ് നീ എഴുതുന്ന സംഭവം എവിടുന്നാണ് തുടങ്ങുന്നത്. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. എന്ന് വെച്ചാൽ എനിക്ക് എഴുതുന്ന ഒരു ഐ ഹാവ് ഗോട്ട് ദാറ്റ് സ്കിൽസ് എന്ന് ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒക്കെ രായച്ചനാണ്. ഞാനത് അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ പർട്ടിക്കുലർ ഞാൻ ആദ്യമായിട്ട് എഴുതിയ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അണയ്ക്കുന്നത് ഇങ്ങനെ കുറേ നാളുകൂടി ഇങ്ങോട്ട് വന്നുകൊണ്ട് എക്സൈറ്റ്മെൻറ്റോ എന്തോ ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ ഓൾസോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 9 years ആയി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ. പിന്നെ ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, അപ്പം കോമളമ്മയ്ക്ക് 2 ഡോട്ടേഴ്സാണുള്ളത്. ഒരാൾ നമ്മുടെ അവിടെ കലൂർ തന്നെ, ചേച്ചി ഡോക്ടറാണ്, ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ചേച്ചി അനസ്തേഷ്യയാണ്, ചേട്ടൻ യൂറോ ആണ്. പിന്നെ രണ്ടാമത്തെ സിസ്റ്റർ ആട്ടോ. മൂത്ത സിസ്റ്ററിനെ കെട്ടിച്ചേക്കുന്ന ഇവിടെ തലശ്ശേരി തന്നെയാണ്. ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചേച്ചീൻ്റെ ഫ്ലാറ്റ് കയറിയിട്ട് പോവാം എന്നാണ് ഓർക്കണത്. അപ്പം അവർ രണ്ടുപേരുമാണ് എൻ്റെ അമ്മ വീട്ടിലെ ഏറ്റവും മൂത്ത കസിൻസ്. അതൊക്കെയാണ് സംഭവം. പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ കുറേ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ രായച്ചൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ. രായച്ചൻ കുറച്ച് ഇയേഴ്സ് മുന്നേ he passed away. അപ്പോൾ സിൻസ് ദെൻ ഫാമിലി ഹാസ് നെവർ ബീൻ ദ സെയിം എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ തൊട്ട് മൂത്ത സിസ്റ്ററിൻ്റെയും ഒരു ഡെത്ത് ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആ ഒരു ടൈമിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ദർ വിൽ ബി 1 or 2 പീപ്പിൾ. അവരായിരിക്കും അതിൻ്റെ ഒരു പില്ലർ എന്ന് പറയുന്ന പോലെ. എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ഒരു 2 ആൾക്കാരോ ഒരാളോ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫാമിലിയിൽ. ഇറ്റ് വാസ് ദം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും ഹരിനോട് പറയും, ഞങ്ങളുടെ ഫാമിലി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അമ്മേൻ്റെ സൈഡിലുള്ള ഫാമിലി ഭയങ്കര വൈബ് ഫാമിലിയാണ്. അച്ഛൻ്റെ ഫാമിലി കുറച്ചും കൂടി സൈലൻ്റ് ആണ്. ബട്ട് അമ്മേൻ്റെ ഫാമിലി ഭയങ്കര വൈബ് ആൾക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ വിഷുവിനും ഒക്കെ ഇങ്ങനെ എല്ലാവരും കൂടി കൂടും. അപ്പം 4 ഗേൾസ് ആകുമ്പോൾ തന്നെ ഭയങ്കര ബഹളമല്ലേ, അവരുടെ പിള്ളേരും എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. ബട്ട് ഹരിക്കത് കാണാനേ പറ്റിയിട്ടില്ല അല്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഹരിനോട് പറയൂ മിസ്ഡ് ഇറ്റ്. ആ ഒരു സാധനം അത് മീൻസ് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സുശീലൻ്റെയും രാജനും അപ്പം അവരെ ഹരിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, ഇപ്പോഴാണേലും വരുമ്പോൾ ഹരി പറയും നിന്റെ വീട്ടിൽ ഭയങ്കര ബഹളമാണല്ലോ, ഭയങ്കര എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഭയങ്കര വൈബാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതൊന്നും അല്ലായിരുന്നു, പണ്ട് ഭയങ്കര രസമായിരുന്നു നമ്മളെല്ലാവരും കൂടെ. പിന്നെ കസിൻസ് ആണെങ്കിലും നമ്മളെല്ലാവരും മോറോർലെസ് ഓഫ് ദ സെയിം ഏജ് ആണ്. അപ്പോൾ വേറെ തന്നെ ഒരു രസമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് തന്നെ ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് പിന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റൊക്കെ എല്ലാവരുടെയും അങ്ങ് പോയി. സോ യാ, അപ്പം അതൊക്കെയാണ് എനിക്ക് ഒരു ഇതായിട്ട് പറയാനുള്ളത്. സോ എനിക്ക് ഹരിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഐ എം സോ എക്സൈറ്റഡ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാ സ്റ്റോറീസിലും ഈ ഒരു പ്ലേസ് വരും. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് കുറേ തിരക്കായി പോയില്ല. അപ്പോൾ വിരുന്നൊന്നും വിളിച്ചിട്ട് വന്നില്ല. അപ്പം എനിക്ക് ഇപ്പം ഇവനെയും കൊണ്ട് ഇവിടെ പോകാൻ. കണ്ണൂരിലെ വീടിനെ കുറിച്ചുള്ള ഒരുപാട് പറയാം. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് വീട് കാണാൻ. വീട് ഭയങ്കര അവിടുത്തെ അങ്ങനെയല്ല, അവിടുത്തെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് കിച്ചന്റെ സൈഡിൽ ഒരു വാഷ്റൂം ഉണ്ട്. ഇവിടുത്തെ എല്ലാ വീടുകളും അങ്ങനെയല്ല, മോസ്റ്റ് ഓഫ് ദ വീട്ടിലും അങ്ങനെയുണ്ട്. എനിക്കറിയില്ല കേട്ടോ, കാണുന്ന എല്ലാവരും അവർക്കറിയോന്ന് അറിയില്ല. തൊടുപുഴയ്ക്കൊന്നും അങ്ങനെ ഇല്ല, നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ കിണറ്റിന്ന് ഉള്ളിലേക്ക് വെള്ളം കോരാം അല്ലേ. അതായത് ഒരു വാഷ്റൂമിൽ നിന്ന് ഓപ്പൺ, മൂവീസിലൊക്കെ ഉണ്ടാവും കിണറ്റിൽ നിന്ന് ഉള്ളിലേക്ക് വെള്ളം കോരാം. അപ്പൊ ആ വാഷ്റൂം ഒക്കെ ഞങ്ങളുടെ ഒരു മെയിൻ ഏരിയ ആണ്. നമ്മള് കസിൻസ് എല്ലാവരും കൂടെ വരുമ്പോൾ അടിയാണ് അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പർട്ടിക്കുലർ വാഷ്റൂമിൽ അത് കിട്ടത്തുള്ളൂ. അപ്പം നേരെ തണുത്ത വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കാം. അപ്പം ഇനി ഞാൻ കയറും ഫസ്റ്റ് ഞാൻ കയറട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ അടിയാണ്. അപ്പം അതൊക്കെ അതൊന്നും കണ്ടിട്ടില്ല, അങ്ങനത്തെ വാഷ്റൂംസ് ഒന്നും. അപ്പം അതൊക്കെ ഹരിയെ കാണിക്കാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. ഈ വീടും അതെ കേട്ടോ, വീടിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കുറേ മെമ്മറീസ്. ഈ വീട് എനിക്ക് തോന്നുന്നു ഒരു 40 years ഒക്കെ ആയിട്ടുണ്ടാവും വീട് പണിതിട്ട്. എനി ഹൗ 31+, ബിക്കോസ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വീട്ടിൽ വന്ന ഫോട്ടോസൊക്കെ ഉണ്ട്. അതായത് അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീടാണല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ വീടൊക്കെ കാണിക്കാം. സോ അതൊക്കെയാണ് ഇനി ബാക്കി അവിടെ ചെന്നിട്ട്. ഓക്കെ, ഇതാണ് എൻ്റെ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ വീട്. ഓൾമോസ്റ്റ് ഒരു 40 years ആയി. ഞാനൊക്കെ ഉണ്ടാകുമ്പോൾ തൊട്ട് ഉള്ള വീടാണ്. ചന്ദ്രകാന്തം. അപ്പോൾ ഇത് ഫുൾ എനിക്ക് മെമ്മറീസാണ്. എന്നുവെച്ചാൽ ഈവൻ ഈ ഒരു നമ്മുടെ കാഷ്യൂവിൻ്റെ മരം ഇത്. അപ്പോൾ ഇവിടുന്ന് ഇത് കഴിക്കുന്ന തൊട്ട് ഫുൾ മെമ്മറീസാണ്. ഇതൊക്കെ ഞാനന്ന് വരുമ്പോൾ തൊട്ട്, എന്ന് വെച്ചാൽ സെയിം ബേർഡ്സ് അല്ല, ബട്ട് ഈ ലവ് ബേർഡ്സൊക്കെ അന്ന് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. ഇതിലൊക്കെ നടക്കുമ്പോൾ ഭയങ്കര മെമ്മറീസ് വരികയാണ്. ഇത് ഞാൻ ബാക്കിൽ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ ഒരു കുളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് കുഞ്ഞിത് ചെറിയ കുളം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ അവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് ആ ഒരു ഏരിയയിലായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് അവരിവിടെ വിരുന്ന് വന്ന സമയത്ത്, അത് ഓൾമോസ്റ്റ് ഒരു 30 years ബാക്ക്, അവിടെ നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ ഉണ്ട്. എനിക്ക് പറ്റുവാണെങ്കിൽ അത് എൻ്റെ ലാപ്പിലെല്ലാം കിടപ്പുണ്ട്, ഞാനിവിടെ അത് ആഡ് ചെയ്യാം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. എന്ന് വെച്ചാൽ ഈ കിണറ്റിൽ നിന്ന് ഉള്ളിൽ കണ്ടോ ഓപ്പണിങ്, ഒരു വിൻഡോ പോലെ. അവിടുന്ന് വെള്ളം കോരിയിട്ട്, അത് വാഷ്റൂമാണ്. അപ്പം നമുക്ക് നേരെ കുളിക്കാൻ പറ്റും. ഇവിടുന്ന് കോരിയിട്ട് ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് കുളിക്കാം. അപ്പം ഈ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി ഞങ്ങൾ കസിൻസൊക്കെ അടിയായിരുന്നു. തൊടുപുഴയൊന്നും ഇങ്ങനെ ഇല്ല. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്കിതൊരു ന്യൂ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കോരി അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ബക്കറ്റിൽ നിന്ന് കമത്തും. അപ്പോൾ ഭയങ്കര തണുത്ത വെള്ളം വെച്ചിട്ട് കുളിക്കാൻ പറ്റും. ടേണൊക്കെ എടുത്തിട്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് കുളിക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു റബ്ബർ ഷീറ്റൊക്കെ വെക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി ഇപ്പോൾ. അങ്ങനെ ഞാൻ ഫസ്റ്റ്
ഇവിടെ വരുന്ന സമയത്ത് ഞാൻ സെക്കൻഡറി പഠിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലെനിക്ക് അമ്മ ഇങ്ങനെ, എനിക്ക് അന്നോട്ട് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മ എനിക്ക് മീനൊന്നും വെട്ടാനൊന്നും ക്ലീൻ ചെയ്യാനൊന്നും തരൂല. അന്ന് കുഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ, അപ്പോൾ അത് ക്ലീൻ ആവില്ല എന്നൊക്കെ ഓർത്ത് എൻ്റെ അമ്മ എനിക്ക് തരില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ അമ്മേൻ്റെ സിസ്റ്റർ എനിക്ക് തരുമായിരുന്നു. എന്ന് വെച്ചാൽ കോമളിമ്മ അതെല്ലാം നമ്മളെ കൊണ്ട് ഇഷ്ടമാണ്, പിള്ളേരെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്തു തരും. നമ്മൾക്ക് അങ്ങനെ ഒന്നും അത്ര ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ കുറേ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്നാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചൊക്കെ തരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈഫിൽ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാൻ പഠിക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അതൊക്കെ ഭയങ്കര മെമ്മറീസാണ്. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഒരു ദിവസം എൻ്റെ മുടി വെട്ടിയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും എൻ്റെ കസിനൊക്കെ കൂടി മുടി വെട്ടി കയറിപ്പോയി എൻ്റെ മുടി ഭയങ്കര ഷോർട്ടായി. എന്നിട്ട് ഇവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ ഞാൻ. പക്ഷേ ഞാൻ കുറച്ച് ഷോർട്ടാക്കാനേ പറഞ്ഞുള്ളൂ. അവർ കയറ്റി ആദ്യം വെട്ടിയപ്പോൾ എന്തോ വളഞ്ഞു പോയി, പിന്നെ കയറ്റി വെട്ടി ഭയങ്കര ഷോർട്ടായി. എന്നിട്ട് എൻ്റെ മുടി മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഡ്രാമയായിരുന്നു. ഇവിടെ വന്നിട്ട് എൻ്റെ മുടി വെട്ടിയത്. ഭയങ്കര മെമ്മറീസ്. ഇതാണ് ഞങ്ങളുടെ രാഴ്ച. ഇതാണ് നമ്മുടെ TV റൂം. അപ്പം ഇവിടെ ഇരുന്നായിരുന്നു മൂവീസൊക്കെ കാണുന്നത്. അന്നൊക്കെ ഇവിടെ ചേച്ചിമാരുള്ളപ്പോൾ അവരിങ്ങനെ തമിഴ് മൂവീസൊക്കെ വെക്കും. അന്ന് നമ്മളിങ്ങനെ തമിഴൊന്നും കണ്ടൊന്നും അത്രയ്ക്ക് നമുക്ക് വലിയ ഒരു ഐഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെ മൂവിയൊക്കെ കാണുന്നത്. അന്ന് വലിയ കാര്യമായിട്ട് മനസ്സിലായൊന്നുമില്ല. പക്ഷേ ഉയിരേ സോങ്ങൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ചേച്ചിമാർ വെച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ. അന്ന് തൊട്ടേ ഈ മിററൊക്കെ ഉണ്ട് കേട്ടോ, ഈ ക്ലോക്ക്, ഇതൊക്കെ ഭയങ്കര മെമ്മറബിളാണ്. ഇതിപ്പോൾ വർക്ക് ആവുന്നില്ല, പക്ഷെ അന്ന് ഒരു ബിഗ് പെൻഡുലല്ലേ, അപ്പം ഇങ്ങനെ അത് അടിക്കുന്ന ഒച്ച ഫുൾ വീട് കേൾക്കും. ഇതേപോലത്തെ ഗ്രാമഫോൺ അങ്ങനത്തെ കുറേ. രാജൻ ഭയങ്കര ആർട്ട് ലവറായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ബുക്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. അതിൽ ഏതൊക്കെയോ ബുക്സൊക്കെ നമ്മളെ കൊണ്ട് വായിക്കാനൊക്കെ പറഞ്ഞ് എടുത്തൊക്കെ തരുമായിരുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാ രാജനും കോമളമ്മ. ഇത് ഇവരുടെ 25th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതെൻ്റെ അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ബൊക്കെ കൊടുക്കുന്നതാണ് ഇവർക്ക്. ഇതാണ് നമ്മുടെ മേലത്തെ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വരുമ്പോൾ ഇവിടെ ഇരുന്ന് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ ഈ ഗ്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇവിടെ ഗ്ലാസ് ഇടുന്നത്. അല്ല, അതിന് മുന്നേ ഒക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വീടിൻ്റെ ഫ്രണ്ടാണ് അങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതെന്ന് ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ദ തിങ് ഈസ്, എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു മെയിൻ പാർട്ടാണിത്. അപ്പോൾ എനിക്കിത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് തോന്നി. എന്നുവെച്ചാൽ ഇനി ഞാൻ എപ്പോഴും ഇവിടെ വരുന്നുണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയുടെ പേഴ്സണാണ്. നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞാൽ ഐ ലീവ് ഇൻ ദ പാസ്റ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ ഒരിക്കലും പ്രസൻറ്റിലല്ല. അപ്പോൾ ഇപ്പോൾ ഒരു മൊമെൻറ്റ് ഇപ്പോൾ നടക്കുകയാണെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും. ചിലതൊക്കെ നമുക്കറിയാമല്ലോ, ദിസ് ഇസ് ഗോയിങ് ടു ബി കോർ മെമ്മറി എന്ന്. ഞാനിങ്ങനെ മൈൻഡിൽ ആലോചിച്ചുകൊണ്ടേ ഇരിക്കും, ഓ ഇത് തീരുവാണല്ലോ അങ്ങനെ ആലോചിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഒരു കോർ മെമ്മറബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ വിളിച്ചത് കോണ്ടൻറ്റിൽ ഇടാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ, ഐ ഡോണ്ട് നോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് എഴുതാൻ പഠിച്ചത്. എഴുതാൻ പഠിച്ചതെന്ന് വെച്ചാൽ എഴുതാനല്ല, ലിറ്ററൽ മീനിങ് അല്ല, എങ്ങനെയാണ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പായി, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്ന് എപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ ചോദിക്കും. സോ അതിന് ആക്ച്വലി ഒരു സ്റ്റോറി ഉണ്ട്. അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന സമയത്ത് വെക്കേഷൻ ടൈമാണല്ലോ, അപ്പോൾ വെറുതെ ടൈം കളയും. ഇവിടെ ചുമ്മാ ഇങ്ങനെ വന്നിരുന്ന് സമയം കളയും. അപ്പോൾ ഒരു ദിവസം രായച്ചൻ പറഞ്ഞു, എന്താ പറയുക, ഒരു പുതിയ ഡയറി എനിക്ക് കൊണ്ടു തന്നു. എന്ന് വെച്ചാൽ എന്തോ ഇയർ ഡയറി ഇല്ലേ, ആ ഡയറി എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഞാനൊരു സാധനം തരാം, നീ അതിനെ പറ്റിയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുന്നു. അന്ന് അതുവരെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഐ ഡിഡ്ന്റ് ഈവൻ നോ എനിക്കങ്ങനെ എഴുതാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ രായച്ചനാണ് എനിക്കത് എടുത്തു തരുന്നത്. എന്നിട്ട് രായച്ചൻ തന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയാണ്. അത് എനിക്കിപ്പോഴും, ഇത് വർഷങ്ങൾ മുന്നേ ഞാൻ സെക്കൻഡിൽ പഠിക്കുമ്പോൾ നടന്ന കാര്യം കേട്ടോ. അപ്പോൾ ഇത് തന്നു, മറ്റേ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും, അതായിരുന്നു സംഭവം. അപ്പോൾ അതിനെ പറ്റിയിട്ട് നീ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞിട്ട് എനിക്ക് ആ സാധനം തന്നു. അപ്പോൾ
ഐ റോട്ട് സംതിങ്, എനിക്കറിയില്ല, ഞാൻ കുറേ എഴുതി അതിനെ പറ്റിയിട്ട്. മലയാളമായിരുന്നു കേട്ടോ ഒബ്വിയസ്ലി. അപ്പം എന്നിട്ട് ഞാൻ രാജനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ രാജനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നീ നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് സ്കൂളിൽ പോകുമ്പോൾ എസ്സേ റൈറ്റിങ്ങും സ്റ്റോറി റൈറ്റിങ്ങും ഒക്കെ വരുമ്പോൾ നീ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ രാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫാമിലിയിലെ ഗോഡ് ഫാദർ പോലെ. രാജൻ എൻ്റെ മിസ്റ്റേക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, കറക്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഇരുന്നിട്ടാണ് എനിക്കൊരു ഓക്കെ ഇങ്ങനെ എഴുതാനൊക്കെ പറ്റും എന്നൊരു സാധനം എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ ചെന്ന് ആർട്സിനൊക്കെ എപ്പോഴും സ്റ്റോറിക്കും എസ്സേക്കും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആകെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അതായിരുന്നു. എസ്സേ, സ്റ്റോറി, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പ്രൈസസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടാണ് എനിക്ക് ആ ഒരു ടാലൻ്റ് ഉണ്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്നുള്ള സാധനം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസിൽ ആക്ച്വലി ഇവിടെ ഇരുന്നിട്ടാണ് രാജൻ എനിക്ക് ഡയറി എടുത്ത് തന്നു. എന്നിട്ട് നീ എവിടെയെങ്കിലും പോയിരുന്ന് എഴുതിയിട്ട് ഒരു 1 hour കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് എഴുതിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ രാജൻ എൻ്റെ മിസ്റ്റേക്സൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. രാജൻ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര ചിയർ ചെയ്യുന്ന ഒരു ചിയർ പേഴ്സണായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് വിളിച്ചു പറയും, എനിക്ക് പ്രൊഫഷൻസി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ടോപ്പർ ആകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ പ്രൈസസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് രാജനെ വെച്ച് പറയാം. കാരണം രാജൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാവ് ആ സാധനം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു പറയുന്നത് ഭയങ്കര ഇതാണല്ലോ. അപ്പം എൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര വലിയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ യെസ്, ഫെയിലായെന്ന് പറഞ്ഞാൽ യെസ്, അങ്ങനെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അതിനങ്ങനെ ആരും കാണിക്കാറില്ല. എന്ന് വെച്ചാൽ പ്രഷറും ചെയ്യത്തില്ല, ഒന്നിനും ചെയ്യത്തില്ല. അത് ഭയങ്കര അടിപൊളിയാട്ടോ. എൻ്റെ പേരൻസ് ഞാനിങ്ങനെ രാത്രിയിലൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് നിൻ്റെ വീട്ടിൽ സ്ട്രിക്റ്റ് ആണോ, അതുകൊണ്ടാണോ നീ ഇരുന്ന് പഠിക്കുന്നതെന്നൊക്കെ. നെവർ, അങ്ങനെയല്ല കേട്ടോ. ഞാൻ എങ്ങനെയാണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ഒട്ടും ഫോഴ്സ് ചെയ്യത്തില്ല. പക്ഷെ അതും നമുക്കൊരു കൈൻഡ് ഓഫ് പ്രഷറാണല്ലോ, നമ്മളൊരു തരത്തിലും ഫോഴ്സ് ചെയ്യാത്തപ്പോഴും. അപ്പം പക്ഷേ രാജ് എന്ന് പറയുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഫോൺ ചെയ്തു പറയും ഇങ്ങോട്ടേക്ക്, എനിക്കിങ്ങനെ പ്രൈസ് കിട്ടി എന്നൊക്കെ. അപ്പം സംതിങ് ഐ റിമെമ്പർ ഈസ് എനിക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടി. അത് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, സ്റ്റേറ്റ് ലെവലായിരുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. ആഷിക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ കുഞ്ഞായിരുന്നപ്പോഴാട്ടോ, 3rd എന്തോ പഠിക്കും. അപ്പം ഞാനിത് രാജനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു 1 week ഒക്കെ കഴിഞ്ഞ് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും എൻ്റെ അമ്മൂമ്മ പറഞ്ഞത് രാജൻ നിനക്കൊരു ഗിഫ്റ്റ് കൊറിയർ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷന് ഗിഫ്റ്റ് പ്രൈസ് കിട്ടിയോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് പോയി പൊട്ടിച്ചപ്പോൾ 500 rupees ആയിരുന്നു. പക്ഷേ ആ 500 rupees 10 rupees നോട്ടായിട്ടാണ്. എന്ന് വെച്ചാൽ 10 rupees നോട്ട്സ് മാത്രമേ ഉള്ളൂ, ബട്ട് ടോട്ടൽ ഇറ്റ് വാസ് 500 അങ്ങനെ. അപ്പോൾ അതെനിക്ക് അന്ന് 500 ആണെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ നോക്കുമ്പോൾ കുറേ നോട്ട്സ്, എന്നിട്ട് ഇങ്ങനെ അതിരുന്ന് അത് ഫ്രഷ് നോട്ട്സ്, എന്താ പറയുക, ബാങ്കിൽ നിന്ന് എടുത്ത ഫ്രഷ് നോട്ട്സ്. അപ്പോൾ അതിങ്ങനെ എണ്ണാനൊക്കെ ഭയങ്കര സുഖം. എന്നിട്ടത് അച്ഛനും അമ്മയും കൂടെ എടുത്ത് വെച്ചു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ചോദിക്കും എനിക്ക് എണ്ണാൻ എടുത്ത് തരുമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ചിയർ ചെയ്തേക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ശരിക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് രാജനെ മിസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ സൗണ്ട് വരെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സണായിട്ട് വീട് മൊത്തം രാജന സൗണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യും. എനിക്ക് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ച കാര്യമായിരുന്നു ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ എനിക്കത് എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ യാ, ദാറ്റ് ഈസ് ദ സ്റ്റോറി. പിന്നെ എന്താ, ഇതൊക്കെയാണ്. നമ്മളിനിയിപ്പോൾ പയ്യെ ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമായിരിക്കും. എന്നിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് നെക്സ്റ്റിൻ്റെ അടുത്തേക്ക് തന്നെ പോകും. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ ലിസ്ണിങ്. ഇത്ര നേരം ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഗുണമുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ജസ്റ്റ് വോണ്ടഡ് ടു ഡോക്യുമെൻറ്റ് ദിസ്. നമ്മളിപ്പോൾ കോംപ്ലിമെൻ്റ് അടുത്ത് നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ചേച്ചീൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചീൻ്റെ ഫ്ലാറ്റ് ഇവിടുന്ന് ഒരു 1 hour ഉണ്ട്. കണ്ണൂർ തന്നെയാണ്, ഇവിടുന്ന് 1 hour ഉണ്ട്. അപ്പോൾ ചേച്ചി ലൊക്കേഷനൊക്കെ ഇട്ടാന്നിട്ട് ഞങ്ങൾ അതിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഹരീൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓഫ് കമ്മിങ് ബാക്ക് ടു എ പ്ലേസ് വെയർ പറഞ്ഞ വീടില്ലേ ഈ വെക്കേഷൻ ഒക്കെ പോകുന്ന അതുപോലെ തന്നെ നമ്മുടെ അപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യില്ല എങ്ങനെയായിരിക്കും വീടുന്നത്, അതുപോലെയൊക്കെ തന്നെയുണ്ട്. ഓ, നിന്റെ ഇമാജിനേഷനിൽ
ഒരു ഗഹാദ്രത്തം തുളുമ്പുന്ന വീട്. ഓക്കെ. നീ ഇങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ടോ? ഐ മീൻ ലൈക്ക് എന്താ നിനക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നിയത്? കൺസ്ട്രക്ഷൻ തന്നെ എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? നമ്മൾ ആ കേറി ചെല്ലുമ്പോ ഒരു വെന്റിലേഷൻ ഒക്കെ കണ്ടില്ലേ, ലൈറ്റ് ഒക്കെ. മേലെ ബാൽക്കണി. നമ്മളിപ്പം താമസിക്കുന്നതായിട്ട് എൻറ്റയർലി ഡിഫറെന്റ്, ഒരു റിസംബ്ലൻസും ഇല്ലല്ലോ. നല്ല രസമുണ്ട്. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊമളാമ്മ കൊണ്ടുപോയിട്ടുണ്ട്. 38 years അല്ലേ? നമ്മളാ ഈ കൺസ്ട്രക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലേ, വാഷ്റൂമിൽ നിന്ന് നേരെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കിണറ്റിലോട്ട്. അത് ഇവിടുത്തെ എല്ലാ വീടുകളിലും അങ്ങനെയല്ലേ? കോമളമ്മ ഒരു 90% ഓഫ് വീടിലും ഇങ്ങനെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റും. ആദ്യം കിണറിന്റെ ആണെന്ന് പ്ലാൻ വരയ്ക്കുമ്പോ ആദ്യം കിണറിന്റെ സംഭവം തുടങ്ങും. 1988 പണിതാന്നാ കോമളാമ്മ പറഞ്ഞത്. അറൗണ്ട് 12-37 വർഷമായി. എന്റെ അച്ഛനും അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അന്ന് എന്റെ അമ്മ എന്റെ അമ്മയ്ക്ക് കുറേ മുടി ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ എന്റെ അമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടോ, 2 സൈഡിൽ ഇങ്ങനെ മുടിയൊക്കെ പിന്നിയൊക്കെ ഇട്ടിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒരു ഹണിമൂൺ സമയത്ത് ഒരു ഫോട്ടോസ് ഒക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇന്ന് ഇവിടെ വരാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന് കണ്ണൂർ പോകും എന്നൊക്കെ. ലൈക്ക് മുന്നൊന്നും വരാൻ പറ്റിയില്ല തിരക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടപ്പം കുറേ ഭയങ്കര എന്തൊക്കെയൊക്കെയോ ഒരു സുഖം. അമ്മൂമ്മേനെയൊക്കെ ഡായച്ചിനെ ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. സോ ഹായ് ഗൈസ്, നമ്മൾ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വ്ളോഗൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ എൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ബിക്കോസ് എനിക്ക് ഭയങ്കര കോൺഷ്യസാണ്. എന്ന് വെച്ചാൽ വേറെ ആൾക്കാരെ വ്ളോഗിൽ കൊണ്ടുവരാൻ അവരോട് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് വീഡിയോ പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് വ്ളോഗൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഫ്ലാറ്റിൻ്റെ ബിറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടാവുമല്ലോ. യാ, ഇവിടുത്തെ ഉമ്മ 1 പൊളി കുക്കാണ്. എനിക്ക് രാവിലെ തൊട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടുള്ള എടുക്കാൻ പറ്റിയിട്ടില്ല. ഹരിശ്ചന്ദ്ര അബൌട്ട് ടു ബി 100 സൂൺ. നിങ്ങൾക്കൊക്കെ അറിയും? എനിക്കറിയാം. ഉണ്ട്. എനിക്കറിയാം. 2 3 ടിക് ടിക് 2 ടിക് ടിക് 3. അത് ചായാണ്. ഹരി എന്താണ് ഞാൻ വെച്ച് പറഞ്ഞേ? നാട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ പാടുന്നില്ല. റിലീസാകാൻ പോകുന്ന പടം പറയാൻ പറ്റുമോ? ഇല്ല. റിലീസാവുന്ന ഉറപ്പ് 2-3 പടം പിടിച്ചു. ഗൈസ്, നമ്മളിപ്പോ എവിടെയാണുള്ളത്? തോട്ടട ബീച്ച്. നെച്ചു എന്താ കുത്തി കയറ്റുന്നേ? ബോൾ. ഗൈസ്, നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് തീരുവാണ്. നമ്മൾ നാളെ മോർണിംഗ് വീട്ടിൽ പോവും. അപ്പോൾ നമുക്ക് ഇന്ന് കാസർഗോഡ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓൾസോ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ 2 ക്ലോസ് ആൾക്കാർ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി അവരുള്ളപ്പം ഒരു തവണ പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ദ നോർത്ത് ഓഫ് കേരള? ഞാൻ ഈ സൈഡിലോട്ട് അധികം വന്നിട്ടില്ല. ഇവിടെ കുറെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ബീച്ചസ് ഉണ്ട് കണ്ടോ. ഭയങ്കര രസം, ഭയങ്കര പീസ്ഫുൾ. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ ഒരു
ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പൊന്നും വരുന്ന സാഹചര്യം വരുന്നില്ലല്ലോ. നമ്മുടെ IT പാർക്സ് ആണെങ്കിലും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ കുറേ ഏരിയ ഇങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെയൊക്കെ ഇതുപോലത്തെ ഒരു ബീച്ച് കിട്ടിയാൽ നല്ല ക്രൗഡായിരിക്കും. ഭയങ്കര പീസ്ഫുൾ എവിടെ ഇരിക്കുക. ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുക. പിന്നെ അപ്പം നമ്മളിന്ന് തിരിച്ചു വന്നു. നമുക്ക് ഭയങ്കര റീസെറ്റ് ആയ പോലെ ആയല്ലേ ഹരി? ഭയങ്കര ഒരു പീസ്ഫുൾ സാധനം പോലെ ആയി. എന്ന് വെച്ചാ എന്താ പറയാ ഭയങ്കര റിലാക്സ്ഡ് ആയി. ഫുൾ ബീച്ചാ കണ്ടോണ്ടിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടം ബീച്ചാണ്. എത്ര കണ്ടാലും മുഴുപ്പിലങ്ങാടി ബീച്ച് ആണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അവിടെ ആണെങ്കിലും നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു. ക്ലീൻ ബീച്ചസ് ആണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് അത് എന്താ വലിയ കാര്യമൊന്നുമില്ല. ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കണ്ണൂരിൽ ഇത്രയും നല്ല ബീച്ചസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ക്രിസ്റ്റി എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ബീച്ച് വരണം. അവൻ ഇന്നലെ ഫോട്ടോയും ലൊക്കേഷനും ഒക്കെ അയച്ചു തന്നല്ലേ. അപ്പം അങ്ങനെ സോ ദേ നമ്മുടെ ബാക്കിൽ സൈഡിൽ കൂടെ നടുക്കോടെ കാണാം. അത് നെച്ചുവിന്റെ ആമയാണ്. ഈ ഷെയ്ഡ് പിന്നെയും റെഡിഷ് ആയി. കിട്ടുന്നില്ല. സോ ഗൈസ് നമ്മൾ നാളെ പോവും. ഇപ്പം ഞങ്ങൾ ബേബീനെ കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്നാൽ നമ്മൾ പാക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എത്ര നേരം എന്നറിയോ ഞങ്ങളോട് ഇങ്ങനെ കിടക്കണു. ചുമ്മാ കിടന്നോളൂ. എന്തൊരു പാവാന്നല്ലേ ഇത്. എല്ലാം കൗതുകമാണ്. നമ്മൾ ഈ സമയത്ത് കൈ മാറ്റിടാ നിന്നെ കൊച്ചിനെ കാണത്തില്ല. നമ്മൾ ഈ സമയത്ത് വന്ന എന്ത് നന്നായല്ലേടാ. കറക്റ്റ് ഏജ് എന്ന് വെച്ചാൽ ഇങ്ങനെ മടിയിലൊക്കെ ഇരുത്തി അവിടെ തന്നെ ഇരിക്കും. ഭയങ്കര ക്യൂട്ടാ. ഭയങ്കര പാവാണിത്. ഇവിടെ നോക്കിയടാ ചിക്കുടു അല്ല. അപ്പം എന്തെങ്കിലും ഒരു സാധനം കൈ കൊടുത്ത് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇതെന്നെ നോക്കിക്കൊണ്ട് കിടന്നോളും. നെച്ചുവിനെ പോലെ തന്നെ ഇരിക്കണം. ഭയങ്കര ക്യൂട്ടാ. ഭയങ്കര രസാ. ഇവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇല്ലടാ മിസ് ചെയ്യില്ലേ നിന്നെ? ഓക്കെ ഗൈസ് കൈ മാറ്റിടാ. നിന്റെ കൈ കാരണം കൊച്ചിനെ കാണുന്നില്ല. അപ്പം ഇമ്മു നാളെ ഇനിയിപ്പോൾ എണീച്ചില്ലെങ്കിലും ഉമ്മ ഒരു ബൈ പറയാവോ? ഇവിടെ നോക്കി ഇമ്മു നോക്കി ഇമ്മു ബൈ ബൈ. ഇവിടെ നോക്കി ഇമ്മു ബൈ ബൈ ഇടയ്ക്ക് നോക്കും. ഓക്കെ ഗൈസ് ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. അയ്യോടാ കരയുവാ. സോ നമ്മള് ഇപ്പൊ തിരിച്ചു പോവാണ്. നെച്ചുവിന്റെ അമ്മീൻ്റെ അടുത്ത് നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളൊരു എന്താ പറയാ ഇന്ന് രാവിലെ, ഇന്ന് സൺഡേ ആണ് കേട്ടോ. നമ്മളൊരു രാവിലെ 6:30 ഒക്കെ ഇപ്പം ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് 9 hour-ആയി. നമ്മൾ കാലിക്കറ്റ് ഇപ്പം കഴിയാറായെന്ന് തോന്നുന്നു. സോ അങ്ങനെ അപ്പോൾ നമ്മൾ വെനസ്ഡേ വന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ഭയങ്കര ഒരു റീസെറ്റായി. ഭയങ്കര നല്ലൊരു എന്താ പറയുന്നത് ഒരു ബ്രേക്ക് കിട്ടിയ പോലെയായിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? അതെ ഒരുപാട് നല്ല കാര്യസ്ഥലത്തോട്ട് പോയി. നല്ല നല്ല ഫുഡ് കഴിച്ചു. ഫുഡാണ് ഹരി. ഉമ്മേനെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യണം. അതെ ഉമ്മ നെച്ചുവിന്റെ അമ്മ. ഞാൻ കരുതിയിരുന്നത് നമുക്ക് കോഴിക്കോട് പല ഷോപ്പ് കടകളുണ്ടല്ലോ, പലഹാരക്കട. അപ്പൊ സ്നാക്സ് ഒക്കെ അവിടുത്തെ ട്രൈ ചെയ്യാം. പക്ഷെ ഉമ്മ എല്ലാം എനിക്ക് ഇഷ്ടമുള്ള മുട്ടസൂർക്ക, കല്ലുമക്കായ, പിന്നെന്തായിരുന്നു നമ്മള് കഴിച്ചേ മറ്റേ സാധനം എന്താ നീർദോശ പോലത്തെ നീർദോശ. പിന്നെ കഴിഞ്ഞ ദിവസം കഴിച്ചെന്താ മറ്റേ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് പേര് എനിക്ക് അറിയത്തില്ല. അതിന്റെ അകത്ത് എന്തോ പറഞ്ഞു കൽമാസ് എന്നാണ് തോന്നുട്ടോ. അത് അറിയില്ല കേട്ടോ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോന്ന്. കൽമാസ് എനിക്ക് പറയാനുള്ളത് ഉമ്മേനെ നമ്മൾ യൂസ് ചെയ്ത് ഉമ്മേനൊരു ബ്രാൻഡ് ആക്കണം എന്നാണ്. ആമീന്റെ ഉമ്മ ഭയങ്കര കുക്ക് എന്ന് വെച്ചാ അത് ഉമ്മ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തില് ഇഷ്ടപ്പെട്ടാ ചെയ്യുന്നേ. അപ്പൊ അത് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഗുഡ്. അപ്പൊ നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ അതേപോലെ ഭയങ്കര അടിപൊളിയായി കുക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ഞാനൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ ഹരിക്ക് ബെസ്റ്റ് ട്രിപ്പായിരുന്നു. അതെ ഒരു 2 ആഴ്ച കൂടെ ഇവിടെ നിർത്തിയാൽ ഹരി 100 അടിച്ചിട്ട് വരും. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ആളല്ല അധികം. എനിക്കങ്ങനെ ഐ മീൻ കഴിക്കാൻ പറ്റാത്തോണ്ടാട്ടോ. ഡയറ്റ് ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് അത്രയും ഫുഡ് കഴിക്കാൻ പറ്റൂല. ഞാൻ പെട്ടെന്ന് എനിക്ക് മതിന്നാവും.
പക്ഷെ ഇതെനിക്ക് ഞാൻ വരെ അത്രയും കഴിച്ചു. ബിക്കോസ് ടു സം പീപ്പിൾ വി കാൻ സേ നോ. അത്ര സ്നേഹത്തിൽ അവർ തരുന്നത്. അപ്പം നമുക്ക് നോ പറയണ പോലും അയ്യോ ഇവരോട് എങ്ങനെയാ നോ പറയാ, എങ്ങനെയും എനിക്ക് കഴിക്കണം, അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡൈനിങ് ഹാളിലേക്ക് വരുന്നത് തന്നെ. അത്രയും അടിപൊളി ഫുഡ് ഉണ്ടാക്കി. ഓരോ തവണയും നമ്മൾ ഇവിടുന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഉമ്മ തന്നു. അപ്പം ഞാനിങ്ങനെ നെച്ചുവിനോട് പറയായിരുന്നു നീ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് അവരിങ്ങനെ ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. ലൈക്ക് ഉമ്മേൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ചുറ്റിനും തന്നെ ഉണ്ട്. ഉമ്മേൻ്റെ സിസ്റ്റേഴ്സും ബ്രദറും ഉമ്മ എല്ലാവരും അടുത്തടുത്തുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഒരു എന്ന് വെച്ചാൽ നമ്മുടെ അങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ ഇത്രയും ടു ബി ഓണസ്റ്റ് ഇത്രയും ഒരു ഫാമിലി അല്ലേ യൂണിറ്റി ആൻഡ് സ്നേഹമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ടു ക്ലോസ്, ഭയങ്കര അടുത്തടുത്താണ് താമസിക്കുന്നത്, ഭയങ്കര സ്നേഹത്തിൽ. അപ്പം നമുക്കത് നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ആ ബുക്ക് ഏതാടാ അതിനെ പറ്റി പറയുന്നത് ഇക്കിഗൈ ബുക്കിലൊക്കെ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ലൈഫിൽ ജീവിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര നമ്മളെയും ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നു. ലൈക്ക് ഒരു ബിലോങ്ങിങ്നെസ് തോന്നുന്നത്. അത് ശരിക്കും ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീല് ഭയങ്കര ലൈക്ക് ഇറ്റ് വാസ് ടു ഗുഡ്. അപ്പം ഞാൻ അവളുടെ അടുത്ത് നെച്ചു ഈസ് ആക്ച്വലി ഫ്രം ട്രിവാൻഡ്രം. അപ്പം അങ്ങോട്ടേക്ക് അത്രയും ഒരു ക്ലോസ് ആയിട്ടൊന്നും അല്ല അവളുടെ ഫാമിലിയുടെ അവിടെ നിൽക്കുന്നത്. അവർ അടുത്തടുത്തൊന്നും റിലേറ്റീവ്സ് ഒന്നും ഇല്ല. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു നീ ഭയങ്കര ലക്കിയാണെന്നൊക്കെ ഞാൻ പറയായിരുന്നു. കുറേ ഫുഡ് കഴിക്കാൻ കുറേ ആൾക്കാരുണ്ട്, എപ്പോഴും വീട്ടിൽ നല്ല ബഹളമുണ്ട്. അങ്ങനെ പിന്നെ എന്താ നെച്ചുവിൻ്റെ ആമീൻ്റെ സിസ്റ്റർ ആണെങ്കിലും ഭയങ്കര സ്വീറ്റ്, ഒരു പാവം കൊച്ച് ഫാത്തിയാണ്. എന്ന് വെച്ചാൽ അവൾ സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൾ എനിക്കും നെച്ചുവിനൊക്കെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു തന്നു വരുന്ന വഴിക്കുന്നൊക്കെ വാങ്ങിയിട്ട്. അങ്ങനെ ആമീൻ്റെ അനിയനാണേലും അവൻ റഫ്ഷി ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ഉപ്പ അടുത്ത് സംസാരിച്ചു. ഉപ്പ ഇവിടെ ഇല്ല, ഉപ്പ പുറത്താണ്. അവിടെയൊക്കെ കൊണ്ട് ഒത്തിരി അവൻ ഡ്രൈവ് ചെയ്തു. ഫുൾ അവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് വന്ന ഓർക്കുന്നേ അന്ന് പിന്നെ തളിപ്പറമ്പ് ഏരിയയിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തളിപ്പറമ്പ് വഴി ഇത്തവണ പോയില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ നെച്ചിനും കൂടെ ഫുൾ നടന്നു. പിന്നെ ബേബി ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു, ഡോള്. അപ്പോൾ എവിടെയെങ്കിലും ഇരുത്തി അവൻ അവിടെ തന്നെ ഇരിക്കും. ഇപ്പം നല്ല ഈ ഒരു ഏജിൽ ഞങ്ങൾക്ക് വരാനും പറ്റിയല്ലോ. അപ്പം അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനെ പോയി കാണാൻ പറ്റി. കുറേ നാളുകൂടി അമ്മേൻ്റെ സിസ്റ്ററിനെയും കോംപ്ലിമെൻ്റ് മോളെ എൻ്റെ ചേച്ചീനെ ഒക്കെ പോയി കണ്ടു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിള്ളേരുടെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് പിള്ളേരുണ്ടായിരുന്നു, ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഏട്ടനെയൊക്കെ കണ്ടു. അതുകൊണ്ട് സോ ഓവറോൾ 10 out of 10. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഞാനൊന്നും എടുക്കുന്നുണ്ടാവില്ല. നമ്മളിതേ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉച്ചയോടുകൂടി എത്തുമായിരിക്കില്ലടാ. നാളെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വർക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ രാവിലെ ഇറങ്ങാൻ നോക്കുക. കാരണം ബിക്കോസ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയോണ്ട് നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഇനി നാളെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര മടുത്തു പോകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. സോ ഐ ബി ലൈക്ക് ഇത് ഭയങ്കര ലോങ് വ്ളോഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട്